നമസ്കാരം. ഇന്ന് കർക്കിടക മാസം 27-ാം തീയതി. തൻ്റെ സേനാധിപന്മാരെല്ലാം മരിച്ചു എന്നറിഞ്ഞ് യുദ്ധത്തിന് രാവണൻ പുറപ്പെടുന്നതായിട്ടുള്ള രംഗമാണ് ഇന്നലെ നമ്മൾ പാരായണം ചെയ്ത് അനുസ്മരിച്ചത്. മഹാവീരന്മാരോടൊത്ത് യുദ്ധത്തിന് ഒരുമ്പെട്ട് വരുന്ന രാവണൻ്റെ കൂടെ ഉള്ളവരെ എല്ലാം വിഭീഷണൻ രാമനെ പരിചയപ്പെടുത്തി. പിന്നീട് നടന്ന ഘോരമായിട്ടുള്ള യുദ്ധത്തിൽ രാവണനെ നിരായുധനാക്കി ലജ്ജിതനാക്കി ശ്രീരാമചന്ദ്രൻ പറഞ്ഞയക്കുന്നതായിട്ടുള്ള രംഗം വർണ്ണിച്ചു. അതിനുശേഷം 9 ദിവസമായിട്ട് 6 മാസം ഉറക്കവും 6 മാസവും ഉണർന്ന് പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള കുംഭകർണൻ ഇപ്പോൾ ഉറങ്ങിയിട്ട് വെറും 9 ദിവസമേ ആയിട്ടുള്ളൂ. കുംഭകർണനെ ഉണർത്തുന്നതിന് വേണ്ടി നിരവധി സൈന്യങ്ങളുമായി ചെന്ന് കുംഭകർണനെ ഉണർത്തി. ആ കുംഭകർണൻ ഭഗവാനെ മനസ്സിൽ കണ്ടുകൊണ്ട് രാവണനെ ഉപദേശിക്കുന്നതായിട്ടുള്ള വാക്യങ്ങൾ, കുംഭകർണൻ്റെ നീതിവാക്യമെല്ലാം വർണ്ണിച്ചു. കുംഭകർണനോട് ദേഷ്യം വന്ന രാവണനെ അനുസരിച്ചുകൊണ്ട് കുംഭകർണൻ യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു. അതിഘോരമായിട്ടുള്ള യുദ്ധം. ആ യുദ്ധത്തിൽ കുംഭകർണനെ രാവണൻ നിഗ്രഹിക്കുന്നതായിട്ടുള്ള രംഗം, കുംഭകർണനെ നിഗ്രഹിച്ചതറിഞ്ഞ് നാരദൻ സ്തുതിക്കുന്നതും, ഭഗവാനെ നാളെ അങ്ങ് രാവണാദികളെയും കൂടിയും നിഗ്രഹിച്ച് ലോകത്തിന് സമാധാനം ഉണ്ടാക്കാൻ പോവുകയാണല്ലോ എന്നറിഞ്ഞ് താൻ സ്തുതിക്കാമെന്നതാണെന്ന് പറഞ്ഞ് സ്തുതിക്കുന്നതായിട്ടുള്ള നാരദൻ്റെ സ്തുതിയാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്ത് അനുസ്മരിക്കുന്നത്. രാമ 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 രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. സിദ്ധഗന്ധർവവിദ്യാധരഗുഹ്യക യക്ഷഭുജംഗ ഖഗാപ്സരോ വൃന്ദവും കിന്നരചാരണ കിംപുരുഷന്മാരും പന്നഗതാപസ ദേവസമൂഹവും പുഷ്പവർഷം ചെയ്തു ഭക്ത്യാ പുകഴ്ത്തിനാർ ചിൽപുരുഷം പുരുഷോത്തമമദ്വയം. ദേവമുനീശ്വരൻ നാരദനും തഥാ സേവാർത്ഥമമ്പോടവതരിച്ചിടിനാൻ. രാമം ദശരഥനന്ദനമുൽപ്പലശ്യാമളം കോമളം ബാണധനുർധരം പൂർണ്ണചന്ദ്രാനനം
കാരുണ്യപീയൂഷപൂർണസമുദ്രം മുകുന്ദം സദാശിവം രാമം ജഗദഭിരാമമാത്മാരാമം ആമോദമാർന്നു പുകഴ്ന്നു തുടങ്ങിനാൻ. സീതാപതേ രാമ രാജേന്ദ്ര രാഘവ ശ്രീധര ശ്രീനിധേ ശ്രീപുരുഷോത്തമ ശ്രീരാമ ദേവദേവേശ ജഗന്നാഥ നാരായണാഖിലാധാര നമോസ്തുതേ. വിശ്വസാക്ഷിൻ പരമാത്മൻ സനാതന വിശ്വമൂർത്തേ പരബ്രഹ്മമേ ദൈവമേ. ദുഃഖസുഖാദികളെല്ലാം അനുദിനം കൈക്കൊണ്ടു മായയാ മാനുഷാകാരനായി ശുദ്ധതത്വജ്ഞനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേശനായി സത്വങ്ങളുള്ളിലെ ജീവസ്വരൂപനായി സത്വപ്രധാന ഗുണപ്രിയനായി സദാ വ്യക്തനായ അവ്യക്തനായ അതിസ്വസ്ഥനായി നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ നിർഗുണനായി നിഗമാന്തവാക്യാർത്ഥമായി ചിൽഘനാത്മാവായി ശിവനായി നിരീഹനായി ചക്ഷുരുന്മീലന കാലത്തു സൃഷ്ടിയും ചക്ഷുർനിമീലനം കൊണ്ടു സംഹാരവും രക്ഷയും നാനാവിധാവതാരങ്ങളാൽ ശിക്ഷിച്ചു ധർമ്മത്തെയും പരിപാലിച്ചു. നിത്യം പുരുഷ പ്രകൃതികാലാഖ്യനായി ഭക്തപ്രിയനാം പരമാത്മനേ നമഃ. യാതൊരാത്മാവിനെ കാണുന്നിതെപ്പോഴും ചേതസി താപസേന്ദ്രന്മാർ നിരാശയാ. തൽസ്വരൂപത്തിനായിക്കൊണ്ടു നമസ്കാരം ചിൽ സ്വരൂപ പ്രഭോ നിത്യം നമോസ്തുതേ. നിർവികാരം വിശുദ്ധജ്ഞാനരൂപിണം സർവലോകാധാരമാദ്യം നമോ നമഃ. ത്വൽപ്രസാദം കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാൽ ത്വദ്ബോധമുണ്ടായി വരികയുമില്ലല്ലോ. ത്വൽപാദപത്മങ്ങൾ കണ്ടു സേവിപ്പതിനിപ്പോൾ എനിക്കവകാശമുണ്ടായതും ചിൽപുരുഷ പ്രഭോ നിൻ കൃപാവൈഭവമെപ്പോഴും എന്നുള്ളിൽ വാഴുക ജഗൽപതേ. കോപകാമദ്വേഷമത്സര കാർപ്പണ്യലോഭമോഹാദിശത്രുക്കളുണ്ടാകയാൽ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ല നിന്മായാബലവശാൽ. ത്വൽകഥാപീയൂഷപാനവും ചെയ്തുകൊണ്ടുൾക്കാമ്പിൽ നിന്നെയും ധ്യാനിച്ചനാരദം ത്വൽപൂജയും ചെയ്തു നാമങ്ങൾ ഉച്ചരിച്ചി പ്രപഞ്ചത്തിങ്കലൊക്കെ നിരന്തരം നിൻചരിതങ്ങളും പാടി വിശുദ്ധനായി
സഞ്ചരിപ്പാനായി അനുഗ്രഹിക്കണമേ. രാജരാജേന്ദ്ര രഘുകുലനായക രാജീവലോചന രാമ രമാപതേ. പാതിയും പോയിതു ഭൂഭാരമിന്നു നീ ബാധിച്ച കുംഭകർണൻ തന്നെ കൊൽകയാൽ ഭോഗീന്ദ്രനാകിയ സൗമിത്രിയും നാളെ മേഘനിനാദനെ കൊല്ലുമായോധനെ. പിന്നെ മറ്റെന്നാൾ ദശഗ്രീവനെ ഭവാൻ കൊന്നു ജഗത്രയം രക്ഷിച്ചു കൊള്ളുക. ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു മാനവവീര ജയിക്ക ജയിക്ക നീ. ഇത്തം പറഞ്ഞു വണങ്ങി സ്തുതിച്ചതിഭക്തിമാനാകിയ നാരദനും തഥാ രാഘവനോടനുവാദവും കൈക്കൊണ്ടു വേഗേന പോയി മറഞ്ഞിടിനാനന്നേരം.